ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ആദ്യം അവരുടെ കറന്റ് സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. നയൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. Six of Swords. Eight of Pentacles. രണ്ട് കാർഡ്സ് എടുക്കാവേ. Five of Swords. Five of Wands. ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നയൻ ഓഫ് കപ്സ്. ക്യൂൻ ഓഫ് സോർഡ്സ്. Nine of Wands. Two of Pentacles. Seven of Wands. Three of Cups. ബോട്ടം വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഡ് ആണ്. നമ്മളിവിടെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കറന്റ് സിറ്റുവേഷൻ കണ്ടില്ല. അവരിവിടെ എന്തോ ഫൈവ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ഫൈവ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അവർ മാനസികമായിട്ട് കുറച്ച് സംഘർഷത്തിലാണെന്നാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ എന്തിലോ പെട്ടിരിക്കുകയാണ്. അവരതിൽ നിന്നും വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അവരിവിടെ നിന്നും വെളിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തിലോ പെട്ടിരിക്കുന്നു, ഒരു ഏടാകൂടത്തിൽ പെട്ടിരിക്കുന്നു. അല്ല എങ്കിൽ പുറത്തു വരാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ അവർ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അവർക്ക് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ഇവിടെ നയൻ ഓഫ് വാൻഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവരിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവർക്കത് മാത്രം മതി എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കുന്നത്. പ്രശ്നങ്ങൾ ഇത്രയും ഒക്കെ ഉണ്ട്. അവർ നല്ലപോലെ ഒരു
പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു, ആരുമായിട്ടും ആർഗ്യുമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ ചിലപ്പോൾ അവർക്കൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവാം, സാമ്പത്തികമാവാം, മറ്റു പല പ്രശ്നങ്ങളാവാം, തേർഡ് പാർട്ടി നിമിത്തമുള്ള കാര്യങ്ങളാവാം. അതിനകത്ത് അവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്, വിഷമങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് 9 ഓഫ് വാൺസും വന്നിട്ടുണ്ട്, ഇവിടെ 7 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അല്ല, 9 ഓഫ് വാൺസ്, 7 ഓഫ് പെന്റക്കിൾസ്. അപ്പൊ ഇത്രയും വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇവിടെ എന്തിനു വേണ്ടി ഒരു വെയിറ്റിംഗ് ഉണ്ട്. അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അവരിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് കൂടിയേ കഴിയൂ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം, നിങ്ങളെ കൂടിയേ കഴിയൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നിവിടെ ചിന്തിക്കുന്നുണ്ട്. 6 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അതിനായിട്ട് 8 ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ, ഇവിടെ അതിനായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പരമാവധിയുള്ള ശ്രമമാണ്, അതിലേക്ക് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രമിക്കുകയാണ് ഇവിടെ. എന്തിനു വേണ്ടി? നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി. കണ്ടില്ലേ, ഇവിടെ 6 ഓഫ് സോഡ്സ് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി. 7 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. 9 ഓഫ് വാൺസ് നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ ഒരു പരിപൂർണത വരണമെങ്കിൽ നിങ്ങളും കൂടെ ഉണ്ട് എങ്കിൽ മാത്രമേ പറ്റൂ. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണത വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിപൂർണത വരുന്നുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാവുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ അവർക്ക് സംഭവിച്ചിരിക്കുന്നത് 5 ഓഫ് വാൺസ്, 5 ഓഫ് സോഡ്സ്. അങ്ങനെ ചില കാര്യങ്ങളിൽ അവർക്ക് ചിലപ്പോൾ ചില ചീറ്റിങ്ങൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ മറ്റു ചില പ്രശ്നങ്ങളും ആവാം. അവരിപ്പോൾ അതിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇനി അവർ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ 9 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് സഫലത നൽകിയിരുന്നു. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങൾ തമ്മിൽ കഴിഞ്ഞിരുന്നത്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്ന അങ്ങനെയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാരണം എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ഫാമിലി ആകാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആകാം. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് നമുക്ക് ഇപ്പോഴിവിടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ആരുമായിക്കോട്ടെ, ചിലപ്പോൾ എതിർച്ചയാ അവർക്ക് ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതായിരിക്കണം ചിലപ്പോൾ ഇവിടെ 5 ഓഫ് വാൺസിന്റെ 5 ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്. അതുകൊണ്ടാവാം ഇതിനിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് അവർ അതിനെ അവർ റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ അവർ ഇവിടെ നിന്നും അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അവരിവിടെ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് അത് സോൾവ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അവരിവിടെ നല്ലതുപോലെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അവരുടെ കറന്റ് എനർജിയിൽ കാണുന്ന ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല. ഒരു കംപ്ലീഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ കൂടെ വന്നു ചേരണം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും 9 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളാണ് അവർക്ക് പരിപൂർണത കൊടുത്തിരുന്നത്. മനസ്സിലായി? നിങ്ങളുള്ള ജീവിതത്തിലാണ് 9 ഓഫ് കപ്സിന്റെ എനർജി, സന്തോഷം ലഭിച്ചിരുന്നത്. നിങ്ങൾ അവരോട് ഒത്തുചേർന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. നിങ്ങളോടുള്ള മനോഭാവമാണ് ഇവിടെ 9 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ 9 ഓഫ് വാൺസ്, നിങ്ങളുടെ അഭാവം അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരേ ഒരു വാൺസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അത് നിങ്ങളായ വാൺസ്. അതുപോലെ അവരുടെ കറണ്ട് എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വാണ്ട്, അതിൽ മാത്രമാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം അവരുടെ ലൈഫിൽ എന്നുള്ള തീരുമാനമാണ് അവർക്ക് ഇപ്പോഴുള്ളത് എന്നാണ് നമ്മളിവിടെ പൊതുവെ കാണുന്നത്. പിന്നെയോ 2 ഓഫ് പെന്റക്കിൾസ്, ബാലൻസ് ചെയ്തു പോകാൻ അവർ കഴിയുന്നതും പരിശ്രമിക്കുകയാണ്.
കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അവസ്ഥയാവാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റും ആവാം. നിങ്ങളുമായിട്ടൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ അവർ നല്ലതുപോലെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അടുത്തതായിട്ട് 7 ഓഫ് വാണ്ട്സ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കണ്ടില്ലേ, നിങ്ങളെ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. മറ്റ് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ അതിനെ ഒന്നും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ അവർ തടുത്തു നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ചുറ്റിനും. അതുകൊണ്ട് തന്നെ ഒന്നാമത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അടുത്തായിട്ട് 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എങ്ങനെയും ആകാം, അത് നിങ്ങളുടെയൊക്കെ സാഹചര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കുറിച്ചായിരിക്കാം, അവർക്ക് ഫാമിലി ഉണ്ടാവാം. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനും ബാധകമാണ്. ഒന്നുകിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം, അതുമല്ല കപ്പിൾസിനിടയിലാവാം, അതുമല്ല ലവേഴ്സ്, ഏത് തരത്തിലുള്ള വെറും ഫ്രണ്ട്സിന് പോലും ഇത് ബാധകമാണ്. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, അവരതുകൊണ്ട് ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ബാലൻസ് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ, അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസ് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി ഇനി എന്തുമായിക്കോട്ടെ, അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരായിട്ട് ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള മനോഭാവം എടുത്തപ്പോൾ ആണ് നമുക്ക് ക്യൂൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു ക്യൂനാണ് അവരുടെ ജീവിതത്തിലെ. അവരുടെ ജീവിതത്തിലെ ഒരു ക്യൂനാണ് നിങ്ങളെന്നാണ് അവർ കരുതുന്നത്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെയാണ് അവർക്ക് ഒരു ബലം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അതൊരു സംതൃപ്തി, സന്തോഷം ഒക്കെ കൊടുത്തിരുന്നത് അത് തന്നെയാണ്. അവരെ നിലനിർത്താൻ പ്രേരിപ്പിച്ചിരുന്നത് നിങ്ങളുടെ വാക്കും പ്രവൃത്തികളും മാത്രമാണെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ബോട്ടം, അവരുടെ കറന്റ് എനർജിയിൽ ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. എവിടെ പോയാലും അവരുടെ ഉള്ളിൽ നിന്നും ലവ് പ്രപ്പോസ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. നിങ്ങളോട് ഇനിയും എന്തൊക്കെയാണോ പറയാനുള്ളത് അത് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് തുറന്നു പറയണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളോടുള്ള മനോഭാവത്തിൽ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ, 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. അവർക്ക് ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ അവർക്ക് ശരിയായ രീതിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളോടുള്ള മനോഭാവത്തിലുമുണ്ട്, അവരുടെ കറന്റ് എനർജിയിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടാണ് അവരിവിടെ ശ്രമിക്കുന്നത്. എന്നിട്ട് നിങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ 9 ഓഫ് സോർട്സ് ആണ് അവരുടെ കറന്റ് നിങ്ങളോടുള്ള മനോഭാവത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാമേ. ഇവിടെ വന്നിരിക്കുന്നത് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നമ്പർ 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഒരു 1ന്റെ തുടക്കമാണ്. ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു, ഡെത്ത് സംഭവിച്ചിട്ടല്ലേ റീബർത്ത് വരുന്നത്. അപ്പോൾ ഒരു ഡെത്ത് സംഭവിച്ചു, കുറെ കാര്യങ്ങൾ സ്റ്റക്കായി, നിങ്ങളോട് പല കാര്യങ്ങൾക്കും നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ തൽക്കാലത്തേക്കൊരു കോണ്ടാക്ട് ഇല്ലായ്മയുണ്ട്, ലെസ് കോണ്ടാക്ട് ചെയ്യുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വീണ്ടും നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു തുടക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു റീബർത്ത് വന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകും, ഒരു സ്റ്റാർട്ടിങ് വരും നിങ്ങൾ തമ്മിൽ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ചേഞ്ച് വരും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, നല്ലൊരു ചേഞ്ച് വരുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്.
സക്സസ് ആണ്. കണ്ടില്ലേ, അവരിതിനെ സക്സസ്സിൽ എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റു പല കാര്യങ്ങളും തേർഡ് പാർട്ടി ഉണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെയും അവിടെ നിന്നും അവർ പിൻവാങ്ങാൻ തയ്യാറല്ല. നിങ്ങളിൽ നിന്നും ഒരു പിന്മാറ്റം അവരെ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ 6 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടില്ലേ. ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രയത്നത്തിലും അവർ തയ്യാറാണ്. എങ്ങനെ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മനസ്സിലായോ? ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോഴെന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു സ്നേഹബന്ധത്തിൽ എന്താണോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അവിടെ അവർ കുറ്റബോധം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് കുറ്റബോധമുണ്ട് ഇത്തരത്തിലുള്ള ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വന്നതിൽ. അതുമല്ല എങ്കിൽ ഇതിനിടയിൽ എന്ത് സംഭവിച്ചോ, അവിടെ എന്താണോ സംഭവിച്ചത് അതിൽ അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളോട് വീണ്ടും വീണ്ടും ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇവിടെ ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് മുന്നോട്ട് വന്നിട്ട് അവർക്കത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഫ്ലവറിംഗ് ആണ് വന്നില്ലേ, വളരെയധികം സന്തോഷത്തില്. ഒരു ദൈവികമായ എനർജിയാണ് നിങ്ങളെ തമ്മിൽ, ഒരു ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളതെന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിയാൻ അവർക്ക് പറ്റുന്നില്ല. ഇന്റഗ്രേഷൻ കണ്ടില്ലേ, ഇവിടെ ഇൻ ആൻഡ് യാങ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു എന്താണ് ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്, ഡിവൈൻ മസ്കുലിൻ എനർജി ഉണ്ട്. ഇതൊരു എന്ത് കണക്ഷനാണ്? ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷൻ ഉള്ളതുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫ്ലവറിങ് എന്ന് പറയുന്ന കാർഡ് വന്നേക്കുന്നത്. ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാൻ അവർ ആഗ്രഹിക്കാത്തത്. ഇനി അതുമല്ല, അവർക്കത് തോന്നുന്നില്ല. നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് തോന്നുന്നില്ല. അവരുടെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു കണക്ഷന് ഒരിക്കലും ഒറ്റയാവാൻ പറ്റുന്നില്ല. വീണ്ടും കൂടി ചേർന്നേ മതിയാവൂ. കാരണം ഇത് ഡിവൈൻ കണക്ഷനാണ്. അതുകൊണ്ട് വീണ്ടും കൂടി ചേർന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ് ഈ ഒരു കണക്ഷൻ എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ അബണ്ടൻസ് ആണ് വന്നിരിക്കേണ്ടല്ലേ. നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇതൊക്കെയാണ് ദൈവികമായ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലവറിങ്, ഇന്റഗ്രേഷൻ, ഇതെല്ലാം ദൈവികമായ എനർജിയിലുള്ള കാർഡ്സുകളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അബണ്ടൻസ്. നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്നേഹത്തിന്റെ സമൃദ്ധിയാവാം, സമ്പത്തിന്റെ സമൃദ്ധി, മറ്റു പല കാര്യങ്ങളിലുമുള്ള സമൃദ്ധി വരുന്നത് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മാത്രമാണ്. ഒറ്റയ്ക്ക് ഒരാൾ ഇരിക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ഡിവൈൻ കണക്ഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഇത്രമാത്രം സമൃദ്ധി അവിടെ ഉണ്ടാകുന്നത്. അവരിവിടെ അതിനായിട്ട് ആണ് കഷ്ടപ്പെടുന്നതെന്നും കാണുന്നുണ്ട്. അതിനായിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. നിങ്ങളോടൊപ്പം ചേരാൻ വേണ്ടിയും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതും എല്ലാം അതിനായിട്ട് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ കൂടിച്ചേരേണ്ടവർ തന്നെയാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാൾ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ മാത്രം നിങ്ങളത് പരസ്പരം പറഞ്ഞിട്ടുണ്ടാവണം. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വന്നത്, അവർക്ക് പല കാര്യങ്ങളിൽ നിന്നും സന്തോഷമുണ്ടായത്. ജീവിക്കണമെന്നുള്ള പ്രേരണ തന്നെ ചിലപ്പോൾ നിങ്ങൾ നിമിത്തമായിരിക്കണം അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ അബണ്ടൻസ് ആണ്. നിങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് അവർക്ക് സമൃദ്ധിയിൽ കഴിയാൻ പറ്റിയിരുന്നത്. ഇവിടെ ട്രാവലിംഗ് ആണ് വന്നിരിക്കുന്നത്. നമ്പർ 8 ആണ്. കണ്ടില്ലേ, നിങ്ങൾ ഒന്നിച്ച് ചേർന്നതിന് ശേഷം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അതുമല്ല, എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ നടത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിച്ചു ചേർന്നതിന് ശേഷം എവിടെയെങ്കിലും യാത്രകൾ ചെയ്യാൻ വേണ്ടി അവരിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആഗ്രഹമായിരിക്കണം യാത്രകൾ ഒന്നിച്ചു പോകണം എന്നുള്ളത്. അവർക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹമില്ല, നിങ്ങളോടൊപ്പം തന്നെ ചില യാത്രകൾ നടത്തണം എന്നൊക്കെ അവരിവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്.
നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫിനാൻസ് ആൻഡ് കരിയർ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഒരു ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ അവർക്കാവാം നിങ്ങൾക്കാവാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർക്കെങ്കിലുമൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ യു ഡിസർവ് ലവ് എന്നുള്ളതാണ്. യു ആർ ലവബിൾ. നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ ഈ സ്നേഹം അർഹിക്കുന്നതാണ്. അവരുടെ ഈ ഒരു സ്നേഹം, ഡിവൈൻ ലവ്, നിങ്ങൾ അർഹിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈൻ ലവ് ആണ്. അപ്പൊ ഈ ഒരു സ്നേഹം നിങ്ങൾ ഇവിടെ അർഹിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. ഇവിടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് കൂടുതലായിട്ടും, കണ്ടില്ലേ? നിങ്ങൾക്കിടയിൽ ഫാമിലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ അവരെ വിട്ടുപോകാൻ പാടില്ല ഒരിക്കലും. നിങ്ങളുടെ പരിചരണം നിങ്ങളുടെ ഫാമിലിക്ക് കൂടി അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് ഫാമിലിയെ ഉപേക്ഷിക്കാൻ പാടില്ല. ഫാമിലിയെ കൂടെ വളരെയധികം ശ്രദ്ധിക്കണം. അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, സ്നേഹമായിട്ട് തന്നെ സംസാരിക്കുക. സ്നേഹവും അനുകമ്പയും ദയയും ഒക്കെ അവരോടും കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്, കണ്ടില്ലേ? നമ്മളിവിടെ പറഞ്ഞതല്ലേ ഉള്ളൂ. ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുപോലെ തന്നെ ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി ചേർന്നതാണ് ഈ ഒരു കണക്ഷൻ എന്ന് വന്നല്ലേ. അതായത് ഒരു ഡിവിനിറ്റി നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഇവിടെയും കാണുന്നത് അത് തന്നെയാണ്. ഇവിടെയും വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. കണ്ടില്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം മുൻപേ അറിഞ്ഞിരുന്നു. നിങ്ങൾ മുൻപേ അറിഞ്ഞിരുന്ന, പാസ്റ്റ് ലൈഫിലേ നിങ്ങൾ അറിഞ്ഞിരുന്ന ദമ്പതികളാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണ്, അല്ലെങ്കിൽ ലവേഴ്സ് ആണ്. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചാൻസ് കൂടി കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താന്ന് വെച്ചാൽ വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, വളരെയധികം സ്നേഹത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചാൻസ് കൂടി എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ക്ലൂസ് വേണമെങ്കിൽ, ക്ലൂസ് വേണ്ടവർ കാണുക, അല്ലാത്തവർ വിട്ടുപോകുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ജൂൺ മന്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാസർഗോഡ് വന്നിരിക്കുന്നു, കോഴിക്കോട്, ഏരീസ് മേടമാസം, അശ്വതി ഭരണി കാർത്തിക കാൽ. നമ്പർ 8. നമ്പർ 8 ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ലെറ്റർ ഒ, ലെറ്റർ പി. സ്കോർപിയോ വൃശ്ചിക മാസം, വിശാഖം കാൽ, അനിഴം തൃക്കേട്ട. മലപ്പുറം. ലെറ്റർ ഐ, ലെറ്റർ ജെ. ഓഗസ്റ്റ് മന്ത്. പാലക്കാട്. കോട്ടയം. ഫെബ്രുവരി. കണ്ണൂർ.
എറണാകുളം, ഇടുക്കി, ലിയോ ചിങ്ങമാസം, മകം പൂരം, ഉത്തരം കാൽ. നമ്പർ 3 മാർച്ച് മന്ത്. ലെറ്റർ വി, ലെറ്റർ വൈ. ടോറസ് ഇടവമാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ക്ലൂസ് റെസണേറ്റ് ആയോ, റെസണേറ്റ് ആയോ, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.